അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ ഇലക്ഷൻ സട്ട താജ ഒപ്പീനിയൻ പോൾ സർവേ. 403 അംഗ ഉത്തർപ്രദേശ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ വിവിധ ഡിവിഷനുകളിൽ വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യമായി നോക്കുന്ന ഡിവിഷൻ ഗോരഖ്പൂർ ഡിവിഷനാണ്. ഗോരഖ്പൂർ ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 15 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ SP സഖ്യവും നേടാനാണ് സാധ്യത. BSPക്കോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ദേവി പട്ടാൻ ഡിവിഷനാണ്. ദേവി പട്ടാൻ ഡിവിഷനിൽ 21 സീറ്റുകളാണുള്ളത്. 21 സീറ്റുകളിൽ 1 സീറ്റ് BSP സഖ്യവും 6 സീറ്റുകൾ വരെ BJP സഖ്യവും 14 സീറ്റുകൾ വരെ SP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ചിത്രകൂട് ഡിവിഷനാണ്. ചിത്രകൂട് ഡിവിഷനിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 11 സീറ്റുകൾ വരെ BJP സഖ്യവും 7 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ സെറ്റിൽമെന്റ് ഡിവിഷനാണ്. സെറ്റിൽമെന്റ് ഡിവിഷനിൽ 17 സീറ്റുകളാണുള്ളത്. 17 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 12 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ബറേലി ഡിവിഷനാണ്. ബറേലി ഡിവിഷനിൽ 26 സീറ്റുകളാണുള്ളത്. 26 സീറ്റുകളിൽ 1 സീറ്റ് BSPയും 12 സീറ്റുകൾ വരെ BJP സഖ്യവും 10 സീറ്റുകൾ വരെ SP സഖ്യവും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ലക്നൗ ഡിവിഷനാണ്. ലക്നൗ ഡിവിഷനിൽ 34 സീറ്റുകളാണുള്ളത്. 34 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BSP സഖ്യവും 16 സീറ്റുകൾ വരെ BJP സഖ്യവും 14 സീറ്റുകൾ വരെ SP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ആഗ്ര ഡിവിഷനാണ്. ആഗ്ര ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BSP സഖ്യവും 12 സീറ്റുകൾ വരെ BJP സഖ്യവും 8 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അലിഗഡ് ഡിവിഷനാണ്. അലിഗഡ് ഡിവിഷനിൽ 19 സീറ്റുകളാണുള്ളത്. 19 സീറ്റുകളിൽ 1 സീറ്റ് BSP സഖ്യവും 7 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ പ്രയാഗ്രാജ് ആണ്. പ്രയാഗ്രാജ് ഡിവിഷനിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 13 സീറ്റുകൾ വരെ BJP സഖ്യവും 13 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അസംഗഡ് ഡിവിഷനാണ്. അസംഗഡ് ഡിവിഷനിൽ 23 സീറ്റുകളാണുള്ളത്. 23 സീറ്റുകളിൽ 1 സീറ്റ് BSP സഖ്യവും 5 സീറ്റുകൾ വരെ BJP സഖ്യവും 15 സീറ്റുകൾ വരെ SP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ ഝാൻസി ഡിവിഷനാണ്. ഝാൻസി ഡിവിഷനിൽ 13 സീറ്റുകളാണുള്ളത്. 13 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ SP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ കാൺപൂർ ഡിവിഷനാണ്. കാൺപൂർ ഡിവിഷനിൽ 20 സീറ്റുകളാണുള്ളത്. 20 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ BJP സഖ്യവും 11 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മീററ്റ് ഡിവിഷനാണ്. മീററ്റ് ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 8 സീറ്റുകൾ വരെ BJP സഖ്യവും 17 സീറ്റുകൾ വരെ SP സഖ്യവും 3 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ അയോധ്യ ഡിവിഷനാണ്. അയോധ്യ ഡിവിഷനിൽ 27 സീറ്റുകളാണുള്ളത്. 27 സീറ്റുകളിൽ 1 സീറ്റ് BSP സഖ്യവും 10 സീറ്റുകൾ വരെ BJP സഖ്യവും 14 സീറ്റുകൾ വരെ SP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ വാരണാസി ഡിവിഷനാണ്. വാരണാസി ഡിവിഷനിൽ 28 സീറ്റുകളാണുള്ളത്. 28 സീറ്റുകളിൽ 17 സീറ്റുകൾ വരെ BJP സഖ്യവും 10 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ സഹാറൻപൂർ ഡിവിഷനാണ്. സഹാറൻപൂർ ഡിവിഷനിൽ 15 സീറ്റുകളാണുള്ളത്. 15 സീറ്റുകളിൽ 4 സീറ്റുകൾ വരെ BJP സഖ്യവും 10 സീറ്റുകൾ വരെ SP സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.
അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മിർസാപൂർ ഡിവിഷനാണ്. മിർസാപൂർ ഡിവിഷനിൽ 12 സീറ്റുകളാണുള്ളത്. 12 സീറ്റുകളിൽ 7 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ SP സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ഡിവിഷൻ മൊറാദാബാദ് ഡിവിഷനാണ്. മൊറാദാബാദ് ഡിവിഷനിൽ 25 സീറ്റുകളാണുള്ളത്. 25 സീറ്റുകളിൽ 1 സീറ്റ് BSPയും 6 സീറ്റുകൾ വരെ BJP സഖ്യവും 16 സീറ്റുകൾ വരെ SP സഖ്യവും 2 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. ഉത്തർപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 403 സീറ്റുകളിൽ BSP സഖ്യം 10 സീറ്റുകൾ വരെയും BJP സഖ്യം 169 സീറ്റുകൾ വരെയും SP കോൺഗ്രസ് സഖ്യം 203 സീറ്റുകൾ വരെയും മറ്റുള്ളവർ 21 സീറ്റുകൾ വരെയും നേടാനാണ് സാധ്യത.